എന്തിനാ വെള്ളം തിളപ്പിക്കണമെന്നല്ലേ? ഇന്ന് കൊഴുക്കട്ടെ ഇവിടെ വൈകിട്ട് സ്നാക്സായിട്ട് ഇവിടെ ഞാനിങ്ങനെ അതാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സുഖമല്ല. ഇവിടെ മിക്കപ്പോഴും ഇവന് കണ്ണപ്പന് കൊഴുക്കട്ട അടയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും പിന്നെ ഏട്ടന് മെഴുക്ക് പലഹാരങ്ങൾ കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ടും ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും ഉണ്ടാക്കണേ വൈകിട്ടത്തേക്ക്. അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയ ദോശ ഇഡ്ഡലി അങ്ങനെ എന്തുണ്ടെങ്കിലും ഇതുങ്ങൾ കഴിച്ചോളും. അപ്പം ഇന്ന് അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കണേ. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ കൊഴുക്കട്ട. നമ്മൾ പണ്ടൊക്കെ കൊഴുക്കട്ട പെരുന്നാളിന് മാത്രമല്ലേ ഉണ്ടാക്കുള്ളൂ. ഇപ്പം കടയിൽ കിട്ടുന്ന അതിന് ഈ അവല് വിളയിച്ചല്ല അവര് വെക്കണേ. അപ്പൊ ഞാനിത് ഉണ്ടാക്കാനിരുന്നപ്പോ എന്റെ കൂടെ വന്ന് കണ്ണപ്പന ഉണ്ടാക്കുക കേട്ടോ. അവനിങ്ങനെ കാര്യങ്ങൾ ചെയ്തു തരാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും വന്ന് എന്നെ സഹായിച്ചു. പിന്നെ ഒരു വിദേശം കൂടി ഉണ്ട്. എന്താണെന്നറിയോ, തേങ്ങ വിളയിച്ചതില്ലേ ആ സാധനം കഴിക്കാനാ. അവനത് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളും അതുപോലെ ഒന്നും കഴിക്കില്ല. ഞാനും ഒന്ന് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊഴുക്കട്ട ഉണ്ട ഉരുട്ടി കൊടുക്കാൻ കൂടും. എന്താ കാര്യമെന്നറിയോ, എനിക്ക് ഈ സാധനം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ കൂടെ കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുത്ത് കുറച്ചതിൽ വെച്ച് കഴിയുമ്പോൾ ഏറ്റവും അവസാനം വരുമ്പോൾ നമുക്കത് കഴിക്കാൻ കിട്ടുമല്ലോ ബാക്കി വന്നത്. അപ്പം അതുപോലെ കണ്ണപ്പനും എൻ്റെ അടുത്ത് വരും. അപ്പം ഞാൻ അവനെ കൊഴുക്കട്ട ഉണ്ടാക്കാൻ പഠിപ്പിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ച് പരത്താൻ പറഞ്ഞ്. പക്ഷെ അവന് മനസ്സിലായില്ല. അപ്പം ഞാൻ അവനെ അതുപോലെ കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തിരിട്ട് കൊടുത്തിട്ട് പിന്നെ ഉണ്ട ഉരുട്ടാണ്ട് അതുപോലെ കാണിച്ചു കൊടുത്തിട്ടോ. പക്ഷെ എവിടെ നിന്ന് അവനതൊന്നും മനസ്സിലാവുന്നേ ഇല്ല. പക്ഷെ അവൻ ചെയ്യാൻ കൂടിയിട്ട് എന്നോട് പിച്ചി കുഴച്ച്. പക്ഷെ അവൻ ഒരു ഉണ്ടൊക്കെ എടുത്തട്ടോ, ആക്കിയെടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അട ചെയ്യാന്ന് ഓർത്തു. അവന് അട മതി എന്ന് പറഞ്ഞ്, അവന് കൊഴുക്കട്ട വേണ്ടെന്ന് പറഞ്ഞു. അവന് കൊഴുക്കട്ടയായിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പൊ എന്തോ 2-3 ദിവസമായിട്ട് അവന് കൊഴുക്കട്ടയിൽ ഇഷ്ടമാണ്. അപ്പൊ അടയും ഞാൻ ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കണേ. ഇത് വെക്കുക ചെയ്യണത്. പക്ഷെ ഇവിടെ എല്ലാവർക്കും മറ്റേ ചക്കട ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ചക്കയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ചക്കട ഉണ്ടാക്കാൻ പറ്റില്ല. ചക്കയുടെ സീസണാല് ഞാൻ ചക്കട ഉണ്ടാക്കി കൊടുക്കാറ് കേട്ടോ. അപ്പൊ അട ഉണ്ടാക്കി കണ്ട് തീരാറായിട്ട് കുറച്ചുള്ളൂ. അപ്പൊ അവനാലത് നോക്കിയിരിക്കും അത് കഴിക്കാനായിട്ട്. കണ്ടോ, ഇതിന്റെ ഇടയിൽ കുറച്ചത് വാങ്ങിച്ച് കഴിച്ചട്ടോ. പപ്പ പറഞ്ഞു അവനോട് മോൻ കഴിച്ചോ എടുത്തെന്ന് പറഞ്ഞ്. പുള്ളി അതിനു വേണ്ടിയാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് വരെ ആ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അല്ലേ പുള്ള, എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞങ്ങൾ ഇനി അട ഉണ്ടാക്കും കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഒട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ കൈ നനച്ച് കൊടുത്തിട്ട് ഇലയിൽ ആക്കിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അത് ഒട്ടിപ്പോരും. അപ്പം ഞാൻ ആദ്യം കൈ നനക്കാതെ ചെയ്തത്, പിന്നെ ഞാൻ കൈ നനച്ചു കൊടുത്തിട്ടോ. അപ്പം അവന് എന്നെ കോരിയിട്ട് സഹായിക്കുന്നുണ്ടാവും. പറഞ്ഞ് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ.